കണ്ണീരിന് മറുപടി പറയേണ്ടി വരും. ഒരിറ്റ് വെള്ളം വേണോ എന്ന് ചോദിക്കാൻ പോലും ആരുമില്ലാതെ കഴിഞ്ഞ 18 ദിവസങ്ങളായി ഒരു കൂട്ടം പെൺകുട്ടികൾ സമരം ചെയ്യുന്നു. ആ കൂട്ടത്തിൽ കോൺഗ്രസുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, BJP-കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. ഇവരുടെ എല്ലാം ആവശ്യം ജോലിയാണ്. ഒരു തൊഴിലാളി പ്രസ്ഥാനമായി ഉയർന്നു വന്ന് തൊഴിലാളികളുടെ ചോറിൽ മണ്ണ് വാരിയിടുന്ന സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് ഈ 9 കൊല്ലം കൊണ്ട് തന്നെ തെളിയിച്ചു. CPO ഉദ്യോഗാർത്ഥികളുടെ സമരം കണ്ടില്ല എന്ന് അടച്ചു പോകുന്ന രാഷ്ട്രീയക്കാരിൽ KK രമ എന്ന നേതാവില്ല. കാരണം അവരുണ്ടായി അവരുടെ കണ്ണീര് കാണാൻ. ശക്തമായി തന്നെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് KK രമ. ഇവരുടെ കണ്ണീരിന് മറുപടി പറയേണ്ടി വരും സർക്കാർ എന്നാണ് പറയുന്നത്. ഒപ്പം നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള രമയുടെ മറുപടിയും ഉണ്ടായിരുന്നു. നിലമ്പൂര് സർക്കാരിനെതിരായ വിധി ഉണ്ടാകുമെന്നാണ് രമ പറയുന്നത്. രമയുടെ ശക്തമായ പ്രതികരണങ്ങളിലേക്ക് പോകാം. സമരം നടത്തുകയെന്ന് അവർ പറയുന്നു. ഞങ്ങൾ ഒരു നേതാക്കന്മാർ തിരിഞ്ഞു നോക്കിയില്ല. ഒരാൾ ഞങ്ങൾക്ക് വന്ന് വെള്ളം വേണോ എന്ന് ചോദിച്ചില്ല. ഞങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചില്ല എന്ന് അവർ സങ്കടത്തോടു കൂടി പറയുന്നതാണ് നാം കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഈ കണ്ണീരിന് മറുപടി പറയേണ്ടി വരും സർക്കാർ. ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ചയിലാണെന്ന് നമ്മളുള്ളത്. ശരിക്കും ഹൃദയം തകർന്നു പോവുകയാണ് ഇവിടെ എടുത്തു നിൽക്കുമ്പോൾ. അവരക്കാർ എത്ര സഹന സമരമാണ് അവിടെ നടത്തിയത്. ഒരു ദിവസം ഈ സർക്കാർ ഇവരെ ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറാവണ്ടേ? ഇവരുടെ വിഷയങ്ങൾ എന്താണെന്ന് കേൾക്കാൻ തയ്യാറാവണ്ടേ? ഇവരേത് ലോകത്താണ്? എന്ത് മനസ്സാണ് ഇവരെയൊക്കെ നയിക്കുന്നത്? വ്യത്യസ്തമായ സമരങ്ങൾ, കാരണം മുട്ടിലിഴഞ്ഞ് സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് കിടന്ന് റീത്ത് വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഈ സർക്കാരിൻ്റെ കണ്ണൊന്ന് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ 18 ദിവസവും ഇവരിവിടെ സമരം നടത്തിയത്. ഇന്ന് അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ അവസാനിച്ചു. ആ അവസാനത്തെ കണ്ണീരാണ് അവരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ നടത്തിയ സമരം അവർക്ക് വേണ്ടി മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ്. 570ഓളം ഒഴിവുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഒരു 50% അതിൽ നിന്ന് നിയമിക്കാൻ, ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിക്കാൻ സർക്കാർ തയ്യാറായില്ല? ആ ചോദ്യത്തിന് മറുപടി സർക്കാർ പറഞ്ഞേ മതിയാവുള്ളൂ. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ സമൂഹത്തിനോട് ഇവർ ഇതിൻ്റെ ഉത്തരം പറയേണ്ടി വരും. അതിലൊരു തർക്കവുമില്ല. നേതാക്കളടക്കം പറയുന്നത് അനാവശ്യ സമരമാണ്, ഒരു പിടിവാശി മാത്രമാണെന്നുള്ളത്. അപ്പോഴും അവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ലിസ്റ്റിലടക്കമുള്ള ഇതിന് മുന്നത്തെ CPO ലിസ്റ്റിൽ നിന്ന് 30%, 45% മുകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകിയിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ മാത്രം 30% താഴെയാണ് നിയമനം നൽകിയിട്ടുള്ളത്. അതൊരു ശരിക്കും അങ്ങനെ ഒരു നിഷേധാത്മകമായ നിലപാടാണ്. അല്ല, പൂർണ്ണമായിട്ടും നിഷേധാത്മകമായ നിലപാടാണല്ലോ. ഇവരെ എന്തടിസ്ഥാനത്തിലാണ് വാശിയാണ് എന്ന് പറയുന്നത്? പിടിവാശിയാണ് എന്നാണ് ഇവർ പറയുന്നത്, നേതാക്കന്മാർ മുഴുവൻ. അതാണ് അവർ ചോദിക്കുന്നത്. എന്ത് പിടിവാശിയാണ് ഞങ്ങൾ കാണിച്ചത്? പിടിവാശി പോയിട്ട് വാശി പോലും ഞങ്ങൾക്കില്ല. ഇവരുന്നയിക്കുന്ന ഈ ആവശ്യങ്ങൾ ന്യായമല്ല എന്ന് എങ്ങനെയാണ് സർക്കാർ പറയുക? എന്തടിസ്ഥാനത്തിലാണിത് പറഞ്ഞത്? അത് മാത്രം പറഞ്ഞാൽ മതി. ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിക്കുന്നതിന് എന്ത് തടസ്സമായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത്? അതാണ് ഇവരുടെയും ചോദ്യം. ഈ ചോദ്യത്തിന് എന്ത് മറുപടി സർക്കാരിന് പറയാൻ സാധിക്കും? ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേരാണ്, പക്ഷേ ഈ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരുടെയും പ്രതിനിധികളായിട്ടാണ് ഇവരിയ്ക്കുന്നത്. ഇവർക്ക് രാഷ്ട്രീയമില്ല. ഇവർ ഏതെങ്കിലും സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ മറ്റൊരാളെയും കുറ്റം പറഞ്ഞുകൊണ്ടല്ല അവർ ഇരിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ പ്രേരണയാൽ വന്നവരുമല്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ്. എന്നിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ്. ഒരു ദിവസം സർക്കാരിന് ചർച്ചയ്ക്ക് വിളിക്കരുതായിരുന്നു ഇവരെ? ഒന്ന് കേൾക്കണ്ടേ ഇവരെ? അതാണല്ലോ ഒരു സമരത്തിന് ഒരു തൊഴിലാളി വർഗ സർക്കാർ എടുക്കേണ്ട. ഇത്തരം തൊഴിലാളി സമരങ്ങളിൽ കൂടെ വളർന്നു വന്നൊരു സർക്കാരാണല്ലോ. സ്വാഭാവികമായിട്ടും ഒരു സമരം നടക്കുമ്പോൾ അവരെ ഒന്ന് കേൾക്കുക എന്ന സാമാന്യമായ ഒരു നീതി, ഒരു ന്യായം നടപ്പാക്കാൻ സർക്കാർ തയ്യാറായോ? ഇത് ക്രൂരമാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാതാണ്. ഈ വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രശ്നം കേൾക്കാൻ സാധിക്കാത്ത ഈ റാങ്ക് ലിസ്റ്റിലോട് നേരത്തെ ഇത് തന്നെയായിരുന്നു. പുരുഷ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളും ഇതേപോലെ CPOമാർ ഇവിടെ സമരം നടത്തി. ഒരു ഫലവും ഉണ്ടായിട്ടില്ല. ഈ പെൺകുട്ടികൾ എത്ര കഷ്ടപ്പെട്ടാണ് പെൺകുട്ടികൾ സമരം നടത്തുന്നത്. പെൺകുട്ടികൾ 18 ദിവസമൊക്കെ സമരം നടത്തുകയെന്ന് അവർ പറയുന്നു. ഞങ്ങൾ ഒരു നേതാക്കന്മാർ തിരിഞ്ഞു നോക്കിയില്ല. ഒരാൾ ഞങ്ങൾക്ക് വന്ന് വെള്ളം വേണോ എന്ന് ചോദിച്ചില്ല. ഞങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചില്ല എന്ന് അവർ സങ്കടത്തോടു കൂടി പറയുന്നതാണ് നാം കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഈ കണ്ണീരിന് മറുപടി പറയേണ്ടി വരും സർക്കാർ. രാഷ്ട്രീയമായ ഒരു ചോദ്യം കൂടി. നിലമ്പൂർ സംസ്ഥാനം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുകയാണ്. RMP എങ്ങനെ തന്നെ കാണുന്നു? അല്ല, RMPയുടെ നിലപാട് തീർച്ചയായിട്ടും ഈ രാജ്യത്തെ, ഈ കേരളത്തിലെ
ഈ ഇടതുപക്ഷ ജനവിരുദ്ധമായ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ട് മാറണം. ഇവിടെ ഈ തൊഴിലാളി സമരങ്ങളെ പോലും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സർക്കാർ, ആശാസമരം 69 ദിവസമായി, അത്തരം സമരങ്ങളെ പോലും കണ്ടില്ലെന്ന് നടിക്കുന്ന, സാധാരണക്കാരുടെ പക്ഷം നിൽക്കാത്ത ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറണം. ശക്തമായിട്ടുള്ള ജനവിധിയായിരിക്കും, ഒരു സംശയവുമില്ല. താഴേക്കിടയിലുള്ള ജനങ്ങൾ മുഴുവൻ ഇതിനെതിരാണ്. എല്ലാ ജനവികാരവും ഇത്തരത്തിലുള്ള ഇവരുടെയൊക്കെ സമരങ്ങൾ കാണുന്ന ആളുകളാണ് താഴെ ജനങ്ങൾ. അവർ ഈ സർക്കാരിനെതിരെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ പ്രതിഫലനം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കും.